നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ അയ്യപ്പനെ കുറിച്ചും ശബരിമലയെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അയ്യപ്പൻ ഒരു പുരാണ ദേവൻ അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള കെട്ടുകഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും കാണപ്പെടുന്നില്ല. മറിച്ച് ക്ഷേത്ര പുരാണങ്ങളിലോ പ്രാദേശിക ക്ഷേത്ര ചരിത്രങ്ങളിലോ ആയാണ് അവ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലകാല വ്രതാനുഷ്ഠാനവും ശബരിമല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മിഥ്യാധാരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അറിഞ്ഞ് ആചരിക്കുന്നതാണ് ഗുണപ്രദം എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം തന്നെ കറുപ്പ് വസ്ത്രത്തിന് പിന്നിലെ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ശബരിമല ദർശനത്തിന് എന്തുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നീലയും കറുപ്പും അഗ്നിതത്വത്തിന്റെ പ്രതിരൂപമാണ്. അയ്യപ്പ ഭക്തൻ ശബരിമല ദർശനത്തിന് തയ്യാറെടുക്കുമ്പോൾ അഗ്നിവർണ്ണമായ കറുപ്പിനെ അണിയുന്നതിലൂടെ താൻ ഈശ്വര തുല്യനായി മാറുന്നു എന്നാണ് അർത്ഥം. 41 ദിവസത്തെ മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശനിദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. അതിനു പിന്നിലെ കഥ ഇങ്ങനെയാണ്. ആളുകളെ എന്തിന് ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് ഒരിക്കൽ അയ്യപ്പൻ ശനീശ്വരനോട് ചോദിക്കുകയുണ്ടായി. തന്റെ ധർമ്മമാണ് അത് എന്നായിരുന്നു ശനിയുടെ മറുപടി. ശനിദോഷം ഒരു വ്യക്തിയെ ബാധിക്കുന്നത് 7 വർഷത്തെ കാലയളവിലേക്കാണ്. 41 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ 7 വർഷത്തിനിടയിൽ ശനി നൽകുന്നതിന് സമാനമായ കഠിന ജീവിതത്തിലൂടെയാകും അയ്യപ്പ ഭക്തർ കടന്നുപോവുക. അങ്ങനെയെങ്കിൽ തന്റെ ഭക്തരെ ശനിയുടെ ഉപദ്രവത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് അയ്യപ്പൻ ആവശ്യപ്പെട്ടു. പകരം ശനിയുടെ നിറങ്ങളായ കറുപ്പ്, നീല എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഭക്തർ ധരിക്കുമെന്നും അയ്യപ്പൻ ശനിക്ക് ഉറപ്പു നൽകി. ഇനി ശരണം വിളിയുടെ രഹസ്യത്തെക്കുറിച്ച് നോക്കാം. സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് മണ്ഡലകാലത്ത് ഓരോരുത്തരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ശരണം വിളിക്കുന്നതിലൂടെ എന്തു നേടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കലിയുഗത്തിലെ നാമജപം ഏറ്റവും ഉത്തമമാണ്. നാമം ജപിക്കുകയെന്നാൽ നാക്കിൽ അഗ്നി ഉണ്ടാവുക എന്നാണ്. അഗ്നിയാണ് നാവിന്റെ തത്വം. അതുകൊണ്ടാണ് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല, മനസ്സ് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നതും നാവുമായാണ്. മനസ്സിലുള്ളത് നാവിലൂടെയാണല്ലോ പുറത്തു വരുന്നത്. അഗ്നിശുദ്ധി വരുത്തിയ നാക്കാവണം അയ്യപ്പന്മാർക്ക് വേണ്ടതെന്നാണ് വിശ്വാസം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നിരന്തരം ജപിക്കുന്നതിലൂടെ നല്ല ചിന്തകൾ മനസ്സിൽ നിറയും. നല്ല ഭാഷ സംസാരിച്ചാൽ നല്ല സംസ്കാരം ഉണ്ടാകുമെന്നാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഭാഷയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നത്. അതിന് മനസ്സിലും ചിന്തയിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള അയ്യപ്പ തത്വത്തെ എങ്ങനെ പുറത്തേക്ക് ശുദ്ധീകരിച്ചു കൊണ്ടുവരാമെന്നതിന് ഉത്തരമാണിത്. ഇനി അടുത്തതായിട്ട് അയ്യപ്പന്മാർ എന്തിന് താടിയും മുടിയും വളർത്തുന്നു? മണ്ഡലകാല വ്രതം ആരംഭിച്ച് ശബരിമല ദർശനത്തിനായിട്ട് മുദ്രമാല ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഭക്തനും സ്വയം അയ്യപ്പ സ്വാമിയായി മാറുമെന്നാണ് വിശ്വാസം. അങ്ങനെ അയ്യപ്പനായി സ്വയം മാറുന്ന സമയത്ത് സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള ചിന്ത പതുക്കെ വെടിഞ്ഞു തുടങ്ങും. സ്വന്തം ശരീരമാണ് എന്ന ബോധത്തേക്കാൾ ഇത് അയ്യപ്പന്റെ ശരീരമാണ്, അയ്യപ്പനാണ് ഇതിനകത്ത് താമസിക്കുന്നത് എന്ന ബോധം ഓരോ അയ്യപ്പന്മാരും വളർത്തിക്കൊണ്ടുവരാൻ ആരംഭിക്കും. ഈ ബോധം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് താടിരോമങ്ങൾ വളർത്തുന്നത്. അവ മുറിച്ചു മാറ്റുമ്പോൾ ബാഹ്യചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും മനസ്സ് മാറി സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വ്രതാനുഷ്ഠാനത്തിന് തടസ്സമാകും. എന്നാൽ ഇന്ന് പലരും ഈ ആചരണത്തിന്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ സ്വയം അയ്യപ്പനായി തീരുന്നതിനുള്ള ഗൗരവപൂർണമായിട്ടുള്ള പദ്ധതിയാണിതെന്നറിഞ്ഞ് അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് എന്താണ് ഇരുമുടിക്കെട്ട്? സന്നിധാനത്തിലെ പവിത്രമായിട്ടുള്ള 18 പടി ചവിട്ടാൻ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ഇരുമുടിയിൽ ഒന്ന് മുൻമുടിയും മറ്റൊന്ന് പിൻമുടിയുമാണ്. മുൻമുടിയിലുള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കാനും പിൻമുടിയിലുള്ളത് ഭക്തന്റെ ആവശ്യങ്ങൾക്കുമായാണ് കരുതുന്നത്. അതായത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജീവിതത്തെ ഇത് ചൂണ്ടിക്കാട്ടുന്നു എന്ന് ചുരുക്കം. നമ്മുടെ ജീവിതത്തില് ഭൗതിക തലത്തിന്റെയും ആത്മീയ തലത്തിന്റെയും സന്തുലിതാവസ്ഥ ഉണ്ടാവണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ മുൻമുടി എപ്പോഴും വലുതായിരിക്കണം എന്നാണ്. അതായത് ഒരു വ്യക്തിയുടെ ആത്മീയ തലം എപ്പോഴും ഉയർന്നിരിക്കണം. നന്മയുടെയും തിന്മയുടെയും പ്രതീകമായും ഇരുമുടിക്കെട്ടിനെ പറയാറുണ്ട്. ഇവ രണ്ടും ഇരു ചുമടാക്കിയാണ് ശബരിമല ദർശനത്തിന് പുറപ്പെടുന്നത്. തിന്മയെ അയ്യപ്പ ദർശനത്തിലൂടെ ഇല്ലാതാക്കി നന്മയുമായി മടങ്ങുന്നുവെന്നാണ് വിശ്വാസം.
ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഇരുമുടിക്കെട്ട് നിറക്കുന്നതിനെ കെട്ടുനിറ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് അയ്യപ്പന്മാർ മാല ധരിക്കുന്നതിന്റെ തത്വത്തെക്കുറിച്ച് നോക്കാം. ശാന്തിയുടെയും തത്വത്തിന്റെയും ജ്ഞാന വൈരാഗ്യങ്ങളുടെയും പ്രതീകമാണ് അയ്യപ്പന്മാർ ധരിക്കുന്ന മുദ്രമാല. സാധാരണയായിട്ട് തുളസിമാലയോ രുദ്രാക്ഷമാലയോ ധരിക്കാറുണ്ട്. വ്രതമെടുക്കുന്നവർ മാല ധരിക്കുമ്പോൾ 108, 54 എന്നീ മണികളോട് കൂടിയതാണ് ഉത്തമം. മാലയിലെ മണികള് പരസ്പരം കൂട്ടിമുട്ടുന്ന വിധത്തില് കോർക്കാൻ പാടില്ല. പല വർണ്ണത്തിലുള്ള മണികൾ ഒരു മാലയിൽ കോർക്കുന്നതും അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. ധരിക്കുന്നതിന് മുൻപ് മാല പനിനീരിലോ പാലിലോ ശുദ്ധി ചെയ്ത് പൂജിക്കണം. നിലവിളക്കിന് മുന്നില് അയ്യപ്പ മന്ത്രം ഉരുവിട്ട് ഗുരുസ്വാമിയാണ് മാല അണിയിക്കുക. എല്ലാ ദിവസവും മുദ്രമാല ധരിക്കാമെങ്കിലും ഉത്രം നക്ഷത്രവും ശനിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് അത്യുത്തമം. അയ്യപ്പ മുദ്രയുള്ള മാല ധരിക്കുന്നതിലൂടെ ഭക്തൻ തന്നെ സമ്പൂർണമായി അയ്യപ്പന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശബരിമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെ വർഷത്തിൽ എല്ലാ ദിവസവും ശബരിമലയില് നട തുറന്ന് പൂജ നടത്താറില്ല. മണ്ഡലകാലമാണ് ഇവിടുത്തെ പ്രധാന പൂജാകാലം. വൃശ്ചികം 1 മുതൽ 41 ദിവസങ്ങളിലും മകരം 1 നടക്കുന്ന മകരസംക്രമ പൂജ വരെയും ശേഷം മകരം 10 ഗുരുതി വരെയുമാണ് ശബരിമലയിലെ തീർത്ഥാടന കാലയളവ്. ഈ സമയം കേരളത്തിനകത്തും പുറത്തും നിന്നുമായി തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കും ശബരിമലയിലേക്ക്. വൃശ്ചികം 1 ആരംഭിച്ച് ധനു 11 മണ്ഡലപൂജ കഴിയുന്നതോടെ 5 ദിവസം നടയടച്ചിടും. പിന്നീട് മകരസംക്രമ പൂജയ്ക്ക് വേണ്ടിയാണ് നട തുറക്കുക. സംക്രമ പൂജ കഴിഞ്ഞാൽ ഗുരുതി വരെയുള്ള ദിവസങ്ങൾ മണ്ഡലമാസ തീർത്ഥാടനത്തിന്റെ അവസാന ദിനങ്ങളാണ്. അന്ന് പൊതുവെ ഭക്തരുടെ തിരക്ക് കുറവായിരിക്കും. മണ്ഡലമാസത്തെ കൂടാതെ എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ 5 ദിവസങ്ങളിലും ഇവിടെ നട തുറക്കും. വിഷുക്കണി ദർശനം, നിറപുത്തരി, ചിത്തിര ആട്ടതിരുനാൾ, പ്രതിഷ്ഠാദിനം, പൈങ്കുനി ഉത്രം എന്നിവയും ഇവിടുത്തെ മറ്റു പ്രധാന ആഘോഷങ്ങളാണ്. മീനമാസത്തിലെ പൈങ്കുനി ഉത്രം അയ്യപ്പന്റെ പിറന്നാളാണെന്നാണ് വിശ്വാസം. 10 ദിവസത്തെ ഉത്സവാഘോഷ ചടങ്ങുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കാറുള്ളത്. ആറാട്ട് ഈ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. ഇനി ശബരിമലയിലെ ഐതിഹ്യത്തെക്കുറിച്ച് നോക്കാം. അയ്യപ്പൻ വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രനാണെന്നാണ് കരുതപ്പെടുന്നത്. മഹിഷാസുര വധത്തിന് പ്രതികാരം ചെയ്യാനായി അസുരന്റെ സഹോദരിയായ മഹിഷി ഉഗ്രതപസ് അനുഷ്ഠിച്ചു. ശിവ വിഷ്ണു സംയോജനത്തിൽ ജനിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തന്നെ വധിക്കാനാവൂ എന്ന വരം നേടി. വരലബ്ധി മഹിഷിയെ കൂടുതൽ അഹങ്കാരിയാക്കി. 3 ലോകങ്ങളെയും നിരന്തരം ആക്രമിച്ചുകൊണ്ട് മഹിഷി ജീവജാലങ്ങൾക്കാകെ ഭീഷണിയായി തുടങ്ങി. അവസാനം നിവൃത്തിയില്ലാതെ മഹാവിഷ്ണു മോഹിനി വേഷം ധരിക്കുകയും ശിവസംയോഗത്തിലൂടെ ശാസ്താവിന് ജന്മം നൽകുകയും ചെയ്തു. ശാസ്താവ് മനുഷ്യപുത്രനായി ജീവിച്ചെങ്കിൽ മാത്രമേ മഹിഷിയെ വധിക്കാനാവുമായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിനെ കഴുത്തിൽ ഒരു മണി കെട്ടി പമ്പാതീരത്ത് കിടത്തി. ഈ സമയത്താണ് പന്തളം രാജാവ് നായാട്ടിനായിട്ട് പമ്പാതീരത്തെത്തിയത്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന രാജാവ് ആ സുന്ദരനായ ആൺകുട്ടിയെ എടുത്തു വളർത്താൻ തീരുമാനിച്ചു. കഴുത്തിൽ മണിയുണ്ടായിരുന്നതുകൊണ്ട് മണികണ്ഠൻ എന്ന് പേരിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്തുമകനാക്കി. എന്നാൽ അധികകാലം കഴിയുന്നതിന് മുൻപേ പന്തളം രാജാവിന് സ്വന്തമായി മകൻ ജനിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മണികണ്ഠകുമാരൻ ആയോധന കലകളിലും വിദ്യയിലുമെല്ലാം നിപുണനായി മാറിയിരുന്നു. മണികണ്ഠനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിന്റെ ആഗ്രഹം. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന മന്ത്രി തന്റെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജ്ഞിയെ മണികണ്ഠന് എതിരാക്കി. അവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരം വൈദ്യൻ പുലിപ്പാൽ മരുന്നിനായി നിശ്ചയിക്കുകയും ചെയ്തു. വൈദ്യനിർദ്ദേശപ്രകാരം പുലിപ്പാലിനായി മണികണ്ഠകുമാരൻ വനത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ തന്റെ അവതാര ലക്ഷ്യമായ മഹിഷീവധമായിരുന്നു അവിടെ നടന്നത്. മഹിഷിയെ വധിച്ച് പുലിപ്പാലുമായി തിരിച്ചെത്തിയ മണികണ്ഠനെ പന്തളം രാജാവ് സന്തോഷത്തോടെ എതിരേറ്റ് രാജ്യഭരണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ കൊട്ടാര ജീവിതം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ദുഃഖിതനായ രാജാവ് വർഷാവർഷം തന്നെ കാണാൻ വരണമെന്ന് മണികണ്ഠനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ താൻ എയ്യുന്ന ശരം എവിടെയാണോ വീഴുന്നത് അവിടെ വന്നാൽ മതിയെന്നായി മണികണ്ഠൻ. അമ്പ് വീണ സ്ഥലത്ത് പന്തളം രാജാവ് ക്ഷേത്രം നിർമ്മിച്ചു. അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് 41 ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം.